വർഷം മുതൽ ഓണം എക്സാം തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ അടിമുടി മാറ്റം. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ഇനിയുള്ള എക്സാമുകൾ അഥവാ ഓരോ ക്ലാസ്സിലെയും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വലിയൊരു മാറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനുള്ള ഒരു അല്ലെങ്കിൽ അതിനൊരു പ്രൂഫാണ് നിങ്ങൾക്ക് ഇവിടെ ഈ കാണാൻ പറ്റുന്ന ഈ ഒരു പത്ര റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി മുതൽ നമുക്ക് വെറുതെ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ചിന്ത എൻ്റെ കുട്ടികളുടെ മുമ്പിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ മാറ്റി വെച്ചോ. അപ്പോൾ ഈ വർഷം മുതൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരുപാട് വ്യത്യാസങ്ങളാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്ന് നോക്കുമ്പോൾ വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിൻ്റെ ഒരു നിലവാരം കൂട്ടുക അല്ലെങ്കിൽ കൂടുക എന്നത് അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ് ഈ ഒരു വ്യത്യാസം. സോ അതിനനുസരിച്ച് നമ്മളുടെ പ്രിപ്പറേഷൻസ് കൂട്ടേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പത്ര റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നോക്കുക, കാണാപ്പാഠമല്ല മനസ്സിലാക്കി എഴുതണം. അതായത് സ്കൂൾ ചോദ്യ പേപ്പറുകൾ മാറുന്നു എന്നതാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇനി മുതൽ നമുക്ക് വെറുതെ ബൈ ഹാർട്ട് പഠിച്ചിട്ട് നല്ലൊരു മാർക്കിലേക്ക് എത്തുക എന്ന് പറഞ്ഞ് ആ ഒരു കാലം ഇനി മാറാൻ വേണ്ടി പോവുകയാണെന്നാണ് പറയുന്നത്. അതായത് 1 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ ചോദ്യ പേപ്പർ അടിമുടി മാറാൻ വേണ്ടി പോവുകയാണെന്ന് കൃത്യമായിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ട്. അതായത് സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിഷ്കരണം ഓണപരീക്ഷ മുതലാണ് നടപ്പാക്കി വരുന്നത്. അപ്പോൾ ഈ വരുന്ന ഓണപരീക്ഷയ്ക്ക് എന്തായാലും ഈ ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നോക്കുക, വിശകലന സ്വഭാവത്തിലാകും കൂടുതൽ ചോദ്യവും. അതായത് നമ്മൾ വിശകലനം ചെയ്ത് ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടാവുക എന്നാണ് പറയുന്നത്. ഇനി നോക്കുക, അപ്പോൾ 2ാം ക്ലാസ്സുകളിൽ ഗണിതത്തിന് പ്രത്യേക ചോദ്യ പേപ്പറുകൾ ഉണ്ടാവും. ചെറിയ ക്ലാസ്സുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേക ചോദ്യ പേപ്പറുകളൊക്കെ ഉണ്ടാവും. അത് നമ്മളുടെ കാര്യമല്ല. അപ്പോൾ താഴേക്ക് വരുന്ന സമയത്താണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. നോക്കുക, 3 മുതൽ 10ാം ക്ലാസ്സുകളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒറ്റ വേർഡിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, അതിന് 4 ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അതൊന്നും ഒന്നിനെ സെലക്ട് ചെയ്യുക, മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളൊക്കെ പോലത്തെ ചോദ്യങ്ങളാണ് പറയുന്നത്. ഇനി LP UP സ്കൂളുകാർ വിഭാഗക്കാർ 20% ആയിരിക്കും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ 10% ഇങ്ങനത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും. അതായത് 1 മാർക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡിൽ എഴുതുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ 10% ഹൈസ്കൂളിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 7ാം ക്ലാസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ 20% ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി നോക്കുക, ചോദ്യ പേപ്പറുകളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. എന്തിനാണ് ഇത് അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള മാറ്റം വരുന്നതെന്ന് മനസ്സിലാക്കുക. ആശയ വ്യക്തത, നമുക്ക് എത്രത്തോളം ആ കണ്ടന്റ് നന്നായിട്ട് അറിയാം. പ്രായോഗിക ശേഷി, അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി എത്രത്തോളം നമുക്കറിയാം. അതുപോലെ തന്നെ ഗണന ചിന്ത, അതായത് കമ്പ്യൂട്ടേഷൻ തിങ്കിങ്, അതുപോലെ തന്നെ ഗണന ചിന്താ മനോഭാവം, ദെൻ വിശകലനാത്മക, വിമർശനാത്മകത, സർഗാത്മകത അങ്ങനെയുള്ള മൂല്യങ്ങൾക്കുള്ള 7 ചിന്താ പ്രക്രിയകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആണെങ്കിലും അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രാക്ടിക്കലായിട്ട് അതിന് ഉപയോഗിക്കാതിനുള്ള അത്തരത്തിലുള്ള ഒരുപാട് കഴിവുകൾ വളർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ചോദ്യ പേപ്പറിൽ മാറ്റം വരുത്തുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇനി 30% ചോദ്യങ്ങൾ എന്തായാലും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 30% ചോദ്യങ്ങൾ എന്തായിരിക്കും, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതേപോലെ തന്നെ നോക്കാം, വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ ചോദ്യങ്ങൾക്ക് മുഴുവൻ കുട്ടികളും ഉത്തരം എഴുതാനാവും. അപ്പം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഈ 30% ഉണ്ടാവുക. സിമ്പിൾ ചോദ്യം പറയുമ്പോൾ ബേസിക്സ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും. ഇനി 50% ചോദ്യങ്ങൾ ശരാശരിയും 20% ചോദ്യങ്ങൾ ആഴത്തിലുള്ള അറിവ് പരിശോധിക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കി 50% ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഒരു 20% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് അഥവാ ഒരു ചാപ്റ്ററിനെ എത്രത്തോളം നന്നായിട്ട് അറിയാമെന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യമായിരിക്കും 20% എന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 30% സിമ്പിൾ ആയിരിക്കും, അതുപോലെ 50% ആവറേജ് ചോദ്യങ്ങളായിരിക്കും. ആൻഡ് 20% നിങ്ങളുടെ ആ ഒരു നോളേജ് അഥവാ നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ എത്രത്തോളം നന്നായിട്ട് അറിയാമെന്ന് പരിശോധിക്കുന്ന 20% ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചോദ്യ മാതൃക ഓൾറെഡി നമ്മുടെ SCERTൻ്റെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും ഒന്ന് സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ആ മാതൃക എന്നുള്ളത് ക്ലിയർ ആയിട്ട് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇവിടെ നിന്നും ഒരു കാര്യം മനസ്സിലായി, ഇനി നമുക്ക് പഠിക്കാതെ വഴിയില്ല. കൃത്യമായി
കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കാതെ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. സോ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഈ ഓണം എക്സാം അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ പറഞ്ഞു തരാൻ ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മളുടെ ചാനലിൽ ഒരു അടിപൊളി ഇവന്റ് ഉണ്ടായിരിക്കും. സോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനെ എല്ലാവരും ഷെയർ ചെയ്തിട്ട് കൃത്യസമയത്ത് നമ്മുടെ ലൈവിലേക്ക് എത്താം. ഉറപ്പായിട്ടും ഇതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനും കാര്യങ്ങളും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇപ്പം തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു ലൈവ് മക്കളെ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ഈ ഒരു ചാൻസ് ലാസ്റ്റ് ചാൻസ് ആയിട്ട് കണക്കാക്കിയിട്ട് നമ്മുടെ ലൈവിലേക്ക് എത്താം. നമ്മൾ ഒരുമിച്ച് ഈ ഓണം എക്സാം അടിപൊളിയാക്കും.